ഹലോ സ്റ്റുഡൻസ്, ഞാൻ ഇന്നൊരു സ്പെഷ്യൽ ടോപ്പിക്കുമായിട്ടാണ് നിങ്ങളുടെ അടുത്ത് വന്നിരിക്കുന്നത്. നമ്മൾ ഫ്രാക്ഷനെ പറ്റിയിട്ട് എല്ലാം പഠിക്കാൻ പോവാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രാക്ഷനെ പറ്റിയിട്ട് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കേണ്ട ബേസിക് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ കവർ ചെയ്യും. അപ്പോൾ നിങ്ങൾ കൊറോണ ടൈമിൽ കുറേ ക്ലാസ്സുകളൊക്കെ മിസ്സായിട്ടുണ്ട്. അപ്പോഴത്തേക്ക് നിങ്ങൾ 10ാം ക്ലാസ്സിൽ എത്തിയപ്പോഴും നിങ്ങൾക്ക് ഫ്രാക്ഷൻ്റെ കുറേ കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയത്തില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ഇറക്കുന്നത്. സോ നിങ്ങൾക്ക് ഫ്രാക്ഷൻ്റെ ഒരു ബേസിക് ലെവലിൽ നിന്നുണ്ട്. ഇപ്പോൾ ഒരു 5ാം ക്ലാസ്സിലെ കൊച്ച് എങ്ങനെയാണ് ഫ്രാക്ഷൻ പഠിക്കാൻ തുടങ്ങിയത്, അപ്പോൾ നിങ്ങൾ കുറേ കാര്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ മറന്നു പോയിട്ടുണ്ടായിരിക്കും. അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. സോ അത് വെച്ചിട്ട് നമ്മൾ ഫ്രാക്ഷൻ്റെ മൾട്ടിപ്ലിക്കേഷനോ അഡീഷനോ ഒക്കെ നമ്മൾ പഠിക്കാൻ പോവാണ്. സോ അതുപോലെ തന്നെ ഫ്രാക്ഷൻ്റെ കൺവേർഷൻ, പിന്നെ ബേസിക് ആയിട്ട് നമുക്ക് കുറേ കാര്യങ്ങൾ ഫ്രാക്ഷൻ്റെ ഇടയ്ക്ക് മൈന്യൂട്ടായിട്ട് നമ്മൾ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യും. അതെല്ലാം നമ്മൾ ചെയ്യാൻ പോവാണ്. സോ കുറേ മെത്തേഡ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഞാൻ ഒരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെത്തേഡിലാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഓരോരോ മൊഡ്യൂൾസ് ആയിട്ട് ഞാൻ ഇതിനെ ഡിവൈഡ് ചെയ്ത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ സിമ്പിൾ ആയിട്ട് എന്തുവാണ് ഫ്രാക്ഷൻ എന്നൊന്ന് നമുക്ക് നോക്കാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വോൾ, ഈ വോൾ എന്ന് പറയുന്നത് മൊത്തം എന്ത് വേണമെങ്കിലും ആക്കാം. ഓക്കെ, അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ സർക്കിൾ എടുക്കുവാണെങ്കിൽ സർക്കിളിന്റെ മൊത്തത്തിനെ നമ്മൾ വോൾ എന്ന് വിളിക്കും. ഓക്കെ, അതിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ ഒരു പാർട്ടിനെയാണ് നമ്മൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഈ വോളിന് നമുക്ക് എന്ത് വേണേലും എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. നമുക്കിപ്പോ ചോക്ലേറ്റ്, ഇപ്പോ നിങ്ങൾ ഡയറി മിൽക്ക് ഒക്കെ മേടിക്കുമല്ലോ. സോ ലൈക്ക് ഇതിന് ഇങ്ങനെ ഇങ്ങനെ ഇരിക്കുന്ന ഡയറി മിൽക്കിൽ നമ്മൾ ഒരു പാർട്ട് എടുത്ത്, അല്ലെ, നമ്മൾ ഒരു പീസ് എടുത്ത് നമ്മൾ കഴിച്ചു കഴിഞ്ഞാൽ അതിന്റെ ഈ ഒരു ഫുൾ ഡയറി മിൽക്കിന്റെ ഈ ഒരു വോളിന്റെ അല്ലെങ്കിൽ ഒരു ചോക്ലേറ്റിന്റെ ഒരു പാർട്ടാണ് നമ്മൾ കഴിച്ചത്, അല്ലെ? അപ്പൊ ഈ ഒരു പാർട്ട് കഴിച്ചെങ്കിൽ നമ്മൾ എന്ത് പറയും അതിന്? അതിന്റെ ഒരു പാർട്ട് കഴിച്ചെന്നാ പറയുന്നത്, അല്ലെ? ഞാൻ ഡയറി മിൽക്കിന്റെ ഒരു പാർട്ട് കഴിച്ചു, ബാക്കി എന്ന് പറഞ്ഞ് നമ്മൾ നമ്മുടെ അനിയത്തിമാർക്ക് കൊടുക്കും. സോ അതിനാണ് ഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ ചാപ്റ്റർ പഠിക്കുന്നത് കൊണ്ട് നമ്മൾ ബേസിക്കലി മീൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കറക്റ്റ് ആയിട്ട് നമ്മൾ എങ്ങനെയൊക്കെയാണ് ഫ്രാക്ഷൻ കൈകാര്യം ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു മിഠായി മേടിച്ചു, നമുക്ക് നമ്മുടെ സിബ്ലിങ്സുമായിട്ട് ഡിവൈഡ് ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ ചെറിയൊരു പീസ് ഒടിച്ചെടുക്കും, എന്നിട്ട് അവർക്ക് കൊടുക്കും, ബാക്കി നമ്മൾ കഴിക്കും. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അടിയൊക്കെ ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യണം? ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത് കൊടുക്കണം, അല്ലെ? അപ്പൊ എന്താണെങ്കിലും ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ ഒരു കേക്ക് ആണെങ്കിൽ കേക്ക് നമ്മൾ എന്ത് ചെയ്യും? മുറിച്ച് ഈക്വൽ ആയിട്ടായിരിക്കും എല്ലാവരും എടുക്കുന്നത്. അല്ലാതെ കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ അടിയൊക്കെ ഉണ്ടാവും. സോ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കുന്നതിന്റെ ബേസിക് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെ ഡിവൈഡ് ചെയ്യുന്നതെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അതുപോലെ തന്നെ നമ്മൾ അതിന്റെ ആപ്ലിക്കേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ കറക്റ്റായിട്ട് ഡിവൈഡ് ചെയ്ത് ഓരോ കാര്യങ്ങൾ ചെയ്യും, അല്ലെ? സോ നമുക്ക് ഫ്രാക്ഷന്റെ ഫസ്റ്റ് ബേസിക്സ് നമുക്ക് പഠിക്കാം. അപ്പൊ ഇവിടെ നോക്കിക്കടാ, നമുക്ക് രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ എങ്ങനെയാണ് കൂട്ടാൻ പോകുന്നതെന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രാക്ഷൻ ആദ്യമേ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ എങ്ങനെ എഴുതുന്നത് നോക്കിയേ. ഇതൊരു വോൾ ആണെന്ന് ഞാൻ പറഞ്ഞു, അല്ലെ? മൊത്തം അതിന്റെ പകുതി ആണ് ഞാനിവിടെ കളർ ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇത് എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? ഈ ഒരു വോളിനെ, ഒരു സർക്കിളിനെ എത്രയായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്? രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുവാണ്, അല്ലെ? അപ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിരിക്കുവാണ്. അതിനകത്ത് ഞാൻ എത്രയായിട്ടാണ് കളർ ചെയ്തിരിക്കുന്നത്? ഒരെണ്ണം കളർ ചെയ്തിരിക്കുവാണ്. സോ ഒന്നും മേളിൽ എഴുതും. ഓക്കെ, അപ്പൊ ഈ മേളിൽ എഴുതുന്നതിനെ നമ്മൾ ന്യൂമറേറ്റർ എന്ന് വിളിക്കും, അടിയിൽ എഴുതുന്നതിനെ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. അപ്പോൾ എപ്പോഴും നമ്മൾ എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത് അതാണ് നമ്മൾ ഡിനോമിനേറ്ററിൽ എഴുതുന്നത്. താഴത്തെ എഴുതുന്നത് എന്തുവാണ്? എത്രയായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഇനി നമ്മൾ എത്രയാണ് കളർ ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ എത്രയാണ് നമ്മൾ എടുത്തിരിക്കുന്നത്? ഒരു പാർട്ട്. സോ ഇതിനെ വിളിക്കുന്നത് എന്തുവാണ്? 1/2, അല്ലെ? 1/2 എന്നാണ് നമ്മൾ ഇതിനെ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്താലോ. നമുക്ക് ഇവിടെ ചോക്ലേറ്റിന്റെ എടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ചോക്ലേറ്റ് മൊത്തം എത്ര ഉണ്ടായിരുന്നു? എത്ര പീസ് ഉണ്ടായിരുന്നു? എനിക്ക് 1 2 3 4 5 6 7 8 പീസസ് ഉണ്ടായിരുന്നു. അതിനകത്ത് എത്രയാണ് കളർ ചെയ്തിരിക്കുന്നത്? 1 ആണ് കളർ ചെയ്തിരിക്കുന്നത്. സോ 1/8 എന്ന് നമുക്ക് ഇതിനെ പറയാം. സിമ്പിൾ അല്ലേ? അതുപോലെ തന്നെ നമുക്ക് എന്ത് ഷേപ്പ് വേണമെങ്കിലും എടുക്കാം. നമുക്കിപ്പോൾ ഒരു ഞാൻ സ്ക്വയർ എടുക്കുവാണ്. ഓക്കെ, സ്ക്വയർ എടുത്തിട്ട് ഞാൻ ഇതിനെ ഇത്രയായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഞാൻ ഇതിനകത്ത് ഈ പീസും ഇതും കളർ ചെയ്ത് വെച്ചേക്കുവാണ്. അപ്പൊ ഇതിന്റെ ഫ്രാക്ഷൻ എങ്ങനെ വരും? എത്ര എണ്ണം ഉണ്ട്? 9 ഉണ്ട്. സോ 9 എവിടെ പോകും? ഡിനോമിനേറ്ററിൽ 9 എഴുതണം. താഴത്തെ എഴുതുന്നതിനെ ഡിനോമിനേറ്റർ എന്ന് വിളിക്കും. സോ ഡിനോമിനേറ്ററിൽ 9 എഴുതുക. എത്ര എണ്ണം കളർ ചെയ്തിട്ടുണ്ട്? 3 എണ്ണം കളർ ചെയ്തിട്ടുണ്ട്. സോ 3/9 എന്ന് ഇതിനെ ഫ്രാക്ഷൻ ആയിട്ട് പറയാം. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻ ആയിട്ട് എഴുതുന്നത്. ഇനി നമ്മൾ രണ്ട് ഫ്രാക്ഷൻ തമ്മിൽ കൂട്ടാൻ നോക്കാം. അപ്പൊ ഞാനിവിടെ ഒരു ഫ്രാക്ഷൻ എടുക്കുവാണ്. സോ ലൈക്ക് 1/2 പ്ലസ് 1/2. ഇതിന്റെ ആൻസർ എത്രയാടാ? 1/2ഉം 1/2ഉം കൂടെ പ്ലസ് ചെയ്യുമ്പോഴത്തേക്കും എനിക്ക് എത്ര കിട്ടും നോക്കിയാലോ. അപ്പൊ ഈ 1/2 എന്തുവായിരുന്നു? ഞാനിവിടെ പറഞ്ഞു. ഇപ്പൊ നമ്മളൊരു സർക്കിൾ എടുത്തിട്ട് അതിനെ പകുതിയായിട്ട് ഡിവൈഡ് ചെയ്തു, അല്ലെ? ഒരു കേക്ക് എടുത്തിട്ട് രണ്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഈ ഒരു പീസ് ഹാഫ്, അല്ലെ? പകുതി. 1/2നെ ഞാൻ പറയുന്ന വേറൊരു പേരാണ് ഹാഫ്, അല്ലെ? നമ്മൾ മലയാളത്തിൽ പകുതി എന്ന് പറയും. അപ്പൊ ഇവിടെ നോക്കിയേ, ഒരു കേക്ക് എടുത്തു, ഈ ഒരു ബ്ലാക്ക് കളറുള്ള സാധനത്തിനെ ഞാൻ 1/2 എന്ന് പറയുന്നു. അങ്ങനെ
ഒരു 1/2 പിന്നെ ഒരു 1/2 എടുക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ കളർ ചെയ്ത 1/2 ഞാൻ എടുത്തു. ഓക്കെ, ഈ കളർ ചെയ്ത് ഞാൻ 1/2 എടുത്തു. അതിന്റെ കൂട്ടത്തിൽ ഒരു കളർ ചെയ്ത 1/2 കൂടെ എടുക്കുവാണ്. ഓക്കെ, അങ്ങനെ രണ്ട് കളർ ചെയ്ത 1/2 എടുത്തു കഴിഞ്ഞാൽ എനിക്ക് എത്ര കിട്ടും? 1ഉം 1ഉം കൂടെ തമ്മിൽ പ്ലസ് ചെയ്യണം. അപ്പോൾ എനിക്ക് 2 കിട്ടും. ഓക്കെ, മേളത്തെ രണ്ടും തമ്മിൽ അങ്ങ് പ്ലസ് ചെയ്യാം. എനിക്ക് 1ഉം 1ഉം കൂടെ തമ്മിൽ പ്ലസ് ചെയ്യാം. അപ്പോൾ എനിക്ക് എത്ര കിട്ടി? 2 കിട്ടി. അത് ബൈ ഇവിടെ ഡിനോമിനേറ്റർ 2 2 അല്ലേ, അത് മാറത്തില്ല, അതും 2 തന്നെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ എന്തോ ചെയ്തത്? 1ഉം 1ഉം കൂടെ തമ്മിൽ പ്ലസ് ചെയ്യുന്നു. അപ്പോൾ ന്യൂമറേറ്റർ തമ്മിൽ പ്ലസ് ചെയ്തിട്ട് ഡിനോമിനേറ്റർ അങ്ങ് കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കണം. മനസ്സിലായല്ലോ? സോ 1ഉം 1ഉം അപ്പം മേളിൽ കിടക്കുന്ന രണ്ടും തമ്മിൽ പ്ലസ് ചെയ്ത് എഴുതുക, അടിയിലുള്ളത് കോമൺ ആയിട്ട് ഇട്ട് കൊടുക്കണം. അപ്പോൾ നമുക്ക് ഇതിന് ആൻസർ എത്ര കിട്ടി? 2/2 എന്ന് കിട്ടി. അപ്പം നോക്കിയേ, ഈ ഒരു സർക്കിൾ തന്നെ നമുക്ക് കിട്ടിയില്ലേ അല്ലെ? നമ്മളിങ്ങനെ കളർ ചെയ്ത് കഴിഞ്ഞപ്പോൾ രണ്ടും കൂടെ തമ്മിൽ ഒരുമിച്ച് വെച്ചപ്പോൾ നമുക്ക് 2/2 എന്ന് വെച്ചാൽ അതിന്റെ ആൻസർ എത്രയാ? 2/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ആണ്. കാരണം എന്താണെന്ന് നോക്കിയാൽ ഇവിടെ ഇതൊരു ഒന്നായിട്ട് തന്നെ മാറിയില്ലേ അല്ലേ? ഇതൊരു ഫുൾ ആയിട്ട് തന്നെ മാറിയില്ലേ? അപ്പോൾ 2/2ന്റെ ആൻസർ എത്രയാ? 1 ആണ്. അല്ലെങ്കിൽ നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 2/2 എത്രയാ? 2 1s are 2. ആൻസർ എത്ര കിട്ടി നമുക്ക്? 1 കിട്ടി. സോ സെയിം ഫ്രാക്ഷൻ മേളിലും താഴെയും സെയിം നമ്പേഴ്സ് വരുവാണെങ്കിൽ നമുക്ക് എത്ര ആൻസർ കിട്ടും? 1 ആൻസർ കിട്ടും. അപ്പോൾ നമുക്ക് വേറൊരു എക്സാമ്പിൾ എടുത്താലോ? നമുക്കിപ്പോൾ ഞാൻ പറയുവാണ് 3/3. ഇതിന്റെ ആൻസർ എത്രയായിരിക്കും? 1 ആയിരിക്കും. അപ്പോൾ വേറെ വലിയ നമ്പർ എടുത്താലോ? 100/100 എത്രയാ? നമുക്ക് 1 ആണ്. ഓക്കെ അല്ലേ? അപ്പോൾ കൺഫ്യൂഷൻ അറിയല്ലോ. ലൈക്ക് 22/22 എത്രയാ? 1 ആണ്. ഓക്കെ, അപ്പോൾ മേളിലും താഴെയും സെയിം നമ്പേഴ്സ് ആണ് നമ്മൾ ഫ്രാക്ഷനിൽ വരുന്നതെങ്കിൽ നമുക്ക് എന്ത് പറയാം? ഇത് 1 ആണെന്ന് പറയാം. ഇനി നമ്മൾ 4ാം ക്ലാസ്സിൽ പഠിച്ച അതേ കാര്യങ്ങളൊക്കെ തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മൾ കുഞ്ഞിലെ എന്ന് വെച്ചാൽ 4ാം ക്ലാസ്സിൽ പഠിച്ചപ്പോഴത്തേക്കും നമ്മൾ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇങ്ങനെ എഴുതുമായിരുന്നു, 4/2 എന്ന് എഴുതുമായിരുന്നു. ഓക്കെ, പക്ഷെ നമ്മൾ ഇനി എഴുതാൻ പോകുന്നത് എങ്ങനെയാണ്? ഇതിന് പകരം ഇത് രണ്ടും സെയിം തന്നെയാണ്. 4/2 എന്ന് എഴുതുന്നതും സെയിം തന്നെയാണ്. സോ 4/2 എന്ന് വെച്ചാലും 4/2 എന്ന് വെച്ചാലും നമ്മൾ എന്ത് തന്നെയാണ് ചെയ്യുന്നത്? ഡിവിഷൻ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം ഒരു 4/2 അല്ലെങ്കിൽ 4/2 എന്ന് തന്നെയാണ് നമ്മൾ ഇതിനെ പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പോൾ നമുക്ക് 2/2 എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്രയാ? 1 ആണ്. 4/4 എന്ന് വെച്ചാൽ എത്രയാ? 1 ആണ്. ഇനി 4/2 എന്ന് വെച്ചാൽ എത്രയാ? 4/2 അല്ലേ? 4/2 എന്ന് വെച്ചാൽ എത്രയാ? 2 ആണ്. കാരണം എന്താ? നമ്മൾ ഡിവൈഡ് ചെയ്ത് നോക്കണം അല്ലേ? 4/2 ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് 2 കിട്ടും അല്ലേ? 4/2 ചെയ്ത് നോക്കാൻ നേരത്ത് നമുക്ക് 2 കിട്ടും അല്ലേ? യാ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ ഫ്രാക്ഷന്റെ ഒരു ബേസിക് ലെവൽ എന്ന് വെച്ചാൽ ഫസ്റ്റ് ലെവൽ എന്ന് പറയാം, അല്ലെങ്കിൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് ഇങ്ങനെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലായല്ലോ. ഒരു ഫ്രാക്ഷൻ വേറൊരു ഫ്രാക്ഷൻ തമ്മിൽ ആഡ് ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നമ്മൾ എങ്ങനെ ആഡ് ചെയ്യണമെന്ന് നമ്മൾ പഠിച്ചു. അപ്പൊ ഞാൻ ഒരു ക്വസ്റ്റ്യൻ കൂടെ വെച്ച് കാണിച്ചു തരാം. ഞാൻ എഴുതുവാണ്. സോ ലൈക്ക് 3/4 പ്ലസ് 2/4. അങ്ങനെ രണ്ട് നമ്പേഴ്സ് എടുക്കുവാണ്. നോക്കിയേ, ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ് അല്ലെ? 4ഉം 4ഉം വന്നേക്കുവാണ്. ഡിനോമിനേറ്റേഴ്സ് സെയിം ആണെങ്കിൽ ഉള്ള കണ്ടീഷനാണ് നമ്മളിപ്പോൾ പഠിക്കുന്നത്. ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? മേളത്ത് തമ്മിൽ പ്ലസ് ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? 3 + 2 എന്ന് എഴുതാം അല്ലെ? ഇത് രണ്ടും കൂടെ തമ്മിൽ പ്ലസ് ചെയ്യാം. ഡിവൈഡഡ് ബൈ 4 തമ്മിൽ കോമൺ ആയതുകൊണ്ട് സെയിം ആയതുകൊണ്ട് നമ്മൾ 4 എന്ന് ഒരെണ്ണം ഇട്ട് കൊടുക്കും. പ്ലസ് ചെയ്തേ എത്ര കിട്ടും നമുക്ക്? 5/4 എന്ന് കിട്ടി. സോ നമ്മുടെ ആൻസർ 5/4 ആണ്. ക്ലിയർ ആണല്ലോ? സോ ഇങ്ങനെയാണ് നമ്മൾ ഫ്രാക്ഷൻസ് വിത്ത് സെയിം ഡിനോമിനേറ്റർ നമ്മൾ പ്ലസ് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ? നമ്മുടെ ഫസ്റ്റ് ടോപ്പിക് കഴിഞ്ഞു, അല്ലെങ്കിൽ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് അടുത്ത പാർട്ടിലെ അടുത്ത സ്റ്റെപ്പ് പഠിക്കാം.